ഫിഷറീസ് വകുപ്പ് നിരോധിച്ച പൈലാജിക് വല ഉപയോഗിച്ച് കടലിൽ ചെയർ ട്രോളിംഗ് നടത്തുന്നുവെന്നാരോപിച്ച് 2 ട്രോളിംഗ് ബോട്ടുകളെ പാഴ്സിൻ ബോട്ടുകാരും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും ചേർന്ന് പിടികൂടി കരയിലെത്തിച്ച് ഫിഷറീസ് അധികൃതർക്ക് കൈമാറി. സെയിന്റ് ആൻഡ് സ്റ്റാർമിൻ എന്നീ ബോട്ടുകളെയാണ് പിടികൂടിയത്. തുടർന്ന് ബോട്ടിൽ നിന്നും ബലമായി പിടിച്ചെടുത്ത 200 മീറ്ററോളം നീളമുള്ള പൈലാജിക് വല കാളമുക്ക് ഗോശ്രീ കവലയിൽ വിരിച്ചിട്ട് മത്സ്യത്തൊഴിലാളികൾ റോഡ് ഉപരോധിച്ചു. മത്സ്യസമ്പത്തിന് വംശനാശം ഉണ്ടാക്കുന്ന പൈലാജിക് ട്രോളിംഗിനെതിരെ ഫിഷറീസ് അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ചാണ് റോഡ് ഉപരോധിച്ചത്. ഇതോടെ ഈ മേഖലയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. സംഭവ സ്ഥലത്ത് പോലീസ് എത്തിയെങ്കിലും ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ സ്ഥലത്തെത്തണമെന്നായിരുന്നു ഉപരോധക്കാരുടെ ആവശ്യം. തുടർന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ കെ ബെൻസൺ സ്ഥലത്തെത്തുകയും അസിസ്റ്റന്റ് ഡയറക്ടർ പി അനീഷ്, എസിപിമാരായ ജയകുമാർ, നിസാമുദ്ദീൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തുകയും ചെയ്തു. വിഷയം സംബന്ധിച്ച് ഫിഷറീസ് ഡയറക്ടറുമായി കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുക്കണമെന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം അധികൃതർ അംഗീകരിച്ചതോടെയാണ് ഉപരോധം അവസാനിപ്പിച്ചത്. സമരത്തിൽ മത്സ്യത്തൊഴിലാളി നേതാക്കളായ ജാക്സൺ പൊള്ളയിൽ, പി ജെ ആന്റണി, പി വി ജയൻ, ആന്റണി കുരിശിങ്കൽ, ടി കെ മുരളീധരൻ എന്നിവർ സംസാരിച്ചു. അതേസമയം പൈലാജിക് വലകൾ ആഴക്കടലിൽ നിരോധിച്ചിട്ടില്ലെന്ന വാദവുമായി ബോട്ടുടമകൾ രംഗത്തെത്തിയതോടെ വിഷയം സങ്കീർണമാവുകയും ചെയ്തു. ബോട്ടുകൾക്ക് കടലിൽ ഭീഷണിയുള്ള സാഹചര്യത്തിൽ സംരക്ഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്ന് ഓൾ കേരള ഫിഷിംഗ് ബോട്ട് ഓണേഴ്സ് സംസ്ഥാന സെക്രട്ടറി ജോസഫ് സേവിയർ കളപ്പുരക്കൽ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. സംസ്ഥാന അതിർത്തിക്ക് പുറത്ത് കർണാടക, തമിഴ്നാട് ബോട്ടുകൾ നിർബാധം ഈ വലകൾ ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുന്നുണ്ടെന്നാണ് ബോട്ടുടമ സംഘത്തിന്റെ വാദം. മാത്രമല്ല, നിരോധിച്ച റിംഗ്സിൽ വലകളും പാഴ്സിൻ വലകളും ഉപയോഗിച്ച് ഇവിടെ മത്സ്യബന്ധനം നടത്തുന്നത് പരമ്പരാഗത വള്ളങ്ങളും പാഴ്സിൻ ബോട്ടുടമകളുമാണെന്ന പ്രത്യാരോപണങ്ങളും ബോട്ടുടമകൾ ഉന്നയിച്ചു. ഇതിൽ പാഴ്സിൻ ബോട്ടുകൾ ലൈസൻസ് പോലുമില്ലാതെയാണ് മത്സ്യബന്ധനം നടത്തുന്നതെന്നും ഇവർക്കെതിരെ നടപടി വേണമെന്നും ബോട്ടുടമകൾ ആവശ്യപ്പെട്ടു.